ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCERT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ് അന്നപദത്തിലൂടെ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിലെ ഒരു ചെറിയ ഭാഗം ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്കൊന്ന് വായിക്കാമേ. ഏത്തപ്പഴത്തിന്റെ മണം പിടിച്ച പാത്തുമ്മയുടെ ആട് മുമ്പിൽ ഹാജരായി. പഴം ഞാൻ തൊലി ഉരിച്ച് തിന്നു. എന്തോ തിന്നുന്നത് കണ്ട് ഉമ്മായുടെ അഭയാർത്ഥികളായ പൂച്ചകൾ വന്നു. ഉമ്മായുടെ മേൽനോട്ടത്തിൽ വിഹരിക്കുന്ന കോഴികളും വന്നു. ഞാൻ പഴത്തൊലി പാത്തുമ്മയുടെ ആടിന് കൊടുത്തു. ആട് പിന്നെയും പ്രതീക്ഷിച്ചങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഇവിടെ എന്താ ചോദിച്ചേക്കുന്നേ? പഴത്തൊലി പൂച്ചയ്ക്കും കോഴികൾക്കും കൊടുക്കാതെ ആടിന് കൊടുക്കാൻ എന്താണ് കാരണം? എന്തെല്ലാമാണ് ആടിന്റെ ആഹാരം? ചുറ്റുപാടുമുള്ള മറ്റു ജീവികളും ആഹാരം കഴിക്കുന്നുണ്ടല്ലോ. നമുക്കറിയാം, ആട് പഴത്തൊലി കഴിക്കും. അതുകൊണ്ടാണ് ആടിന് പഴത്തൊലി കൊടുത്തത്. കോഴിക്കും പൂച്ചയ്ക്കും കൊടുക്കാൻ എന്താ, അവര് പഴത്തൊലിയൊക്കെയാണോ കഴിക്കുന്നത്? അല്ല, നമുക്കറിയാം അവ പഴത്തൊലി കഴിക്കാറില്ല എന്നല്ലേ. അപ്പോൾ ആടിന്റെ ആഹാരം എന്തൊക്കെയാണ്? നമുക്കറിയാം, ആട് പുല്ലൊക്കെ തിന്നും. പിന്നെന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത്? പ്ലാവിൻ്റെ ഇല, അതുപോലെ തന്നെ തൊട്ടാവാടി ചെടിയൊക്കെ അത് കഴിക്കാറുണ്ട്. ഇവിടെ നോക്കിക്കേ, ഈ ചിത്രത്തിൽ എന്താ കാണുന്നത്? ഇവിടെ സിംഹം ഒരു കാട്ടുപോത്തിനെ തിന്നുകയാണ്. ഇവിടെ ചിത്രശലഭം എന്ത് ചെയ്യുകയാണ്? പൂവിൽ നിന്ന് തേൻ കുടിക്കുകയാണ്. ഇവിടെ ഒരു കിളി എന്ത് ചെയ്യുകയാണ്? അത് പേരയ്ക്ക തിന്നുകയാണ്. അതുപോലെ തന്നെ പശു എന്താ തിന്നുന്നത്? പുല്ല് തിന്നുകയാണ്. ഇവിടെ പുഴു എന്താ തിന്നുന്നത്? പുഴുവ് ഇല തിന്നുകയാണ്. മീൻ എന്താ കഴിക്കുന്നത്? ജലസസ്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ മത്സ്യങ്ങളെയാണ് അവിടെ കഴിക്കുന്നത്. ഓക്കെ, ഈ ജീവികളെല്ലാം ഒരേ ആഹാരമാണോ കഴിക്കുന്നത്? അല്ല, നമുക്കറിയാം ശലഭപ്പുഴു എന്താ ചെയ്യുന്നത്? ഇലയാണ് കഴിക്കുന്നത്. കഴിക്കുന്ന രീതി എങ്ങനെയാണ്? അത് കാർന്നാണ് തിന്നുന്നത്. അതുപോലെ തന്നെ സിംഹം എങ്ങനെയാണ്? സിംഹം അവിടെ മാംസമാണ് കഴിക്കുന്നത്. അത് തിന്നുന്നത് എങ്ങനെയാണ്? കടിച്ചു കീറിയാണ് കഴിക്കുന്നത്. ശലഭമോ? ശലഭം പൂന്തേന് അല്ലെങ്കിൽ പൂമ്പൊടി എന്ത് ചെയ്യുകയാണ്? പൂവിൽ നിന്ന് ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷി എന്താ ചെയ്യുന്നേ? പഴങ്ങളിൽ നിന്ന് ആഹാരം ശേഖരിക്കുകയാണ് അല്ലേ. അത് കൊത്തി തിന്നുകയാണ്. പശുവോ? പശു പുല്ലു തിന്നുകയാണ്, കടിച്ച് തിന്നുന്നു. അതുപോലെ തന്നെ മത്സ്യം എങ്ങനെയാണ്? ജലസസ്യങ്ങൾ കടിച്ച് എടുക്കുന്നു, അത് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ആഹാര സമ്പാദന രീതിയിൽ ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള വൈവിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കിക്കേ, പോഷണം, ന്യൂട്രീഷൻ. എല്ലാ ജീവികൾക്കും എന്താവശ്യമാണ്? ആഹാരം ആവശ്യമാണ്. ആഹാരവും ആഹാരം സമ്പാദിക്കുന്ന രീതിയും ഓരോ ജീവിയിലും വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ ചിത്രത്തിൽ കണ്ടില്ലായിരുന്നോ? ഓരോ ജീവിയും എന്താണ്? ആഹാരം സമ്പാദിക്കുന്ന രീതിയും വ്യത്യസ്തമാണ്, അവരുടെ ആഹാരവും വ്യത്യസ്തമാണ്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് പോഷണമെന്ന് പറയുന്നത്. എന്താണ്? ജീവികൾ ആഹാരം സ്വീകരിക്കുകയും അതുപോലെ തന്നെ അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് പോഷണമെന്ന് പറയുന്നത്. സസ്യങ്ങളും ജീവികളാണ്, അവയ്ക്കും ആഹാരം ആവശ്യമാണ്. നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്താണ്? സൂര്യപ്രകാശത്തിൽ നിന്ന് എന്ത് സംഭവിക്കുന്നുണ്ട്? ചെടികൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്നുണ്ട്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറന്തള്ളുകയാണ്. നമുക്കറിയാം, ഇലകളിൽ വെച്ചാണ് അവര് ആഹാരം പാകം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇലകള് പച്ച നിറത്തിൽ കാണുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഹരിതകം ഉണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? ജലവും ലവണവും അവര് വേരിലൂടെ വലിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, നോക്കിക്ക്, പ്രധാനപ്പെട്ട പോയിന്റാണ്. ഹരിതസസ്യങ്ങൾ ആഹാരത്തിന് മറ്റ് ജീവികളെ ആശ്രയിക്കുന്നില്ല. ഇവ സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണ്. അതിനാൽ ഇവയെ എന്താ പറയുന്നത്? സ്വപോഷികളെന്നാണ് പറയുന്നത്. എന്നാൽ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്നു. അതിനാൽ അവ പരപോഷികളെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് ഹരിതസസ്യങ്ങളെ നമ്മൾ എന്താ പറയുന്നത്? സ്വപോഷികളെന്നാണ് പറയുന്നത്. എന്നാൽ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്നു. അതിനാൽ അവ പരപോഷികളെന്ന് അറിയപ്പെടുന്നു. നമ്മൾ സ്വന്തമായിട്ട് അല്ല ആഹാരം ഉണ്ടാക്കുന്നത് അല്ലേ. മറ്റുള്ള സസ്യങ്ങളിൽ നിന്ന് സസ്യങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആഹാരമൊക്കെയാണ് നമ്മളെടുത്ത് പാകം ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ
സസ്യങ്ങളാണ് സ്വപോഷികൾ. നമ്മളൊക്കെ എന്താണ്? നമ്മളൊക്കെ പരപോഷികളാണ്. നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ആഹാരം കഴിക്കുന്നത്. നോക്കിക്കേ, ആഹാരത്തിന് വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പരാത്ത സസ്യങ്ങളും അതുപോലെ തന്നെ ശവോപജീവികളെ കുറിച്ചും അല്ലേ. അപ്പോൾ മൂടില്ലത്താളി എന്ന് പറയുന്നത് എന്താണ്? ഒരു പൂർണ്ണ പരാതമാണ്. മൂടില്ലത്താളി പൂർണ്ണ പരാതമാണ്. ആഹാരത്തിനു വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നു. അപ്പോൾ ഓർത്തിരിക്കാൻ എന്താണ്? അത് സ്ഥിതി ചെയ്യുന്ന ആ സസ്യത്തെ മൂടോടെ നശിപ്പിച്ച് കളയുന്നു ഓർത്താൽ മതി. മൂടില്ലത്താളി എന്ന് പറയുന്നത് പൂർണ്ണ പരാതമാണ്. അത് പൂർണ്ണമായിട്ടും മറ്റ് സസ്യത്തെയാണ് ആശ്രയിക്കുന്നത്. ഓക്കെ, അത് സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇനി എന്താ പറയുന്നത്? ചന്ദനം, ഇത്തിൽച്ചെടി എന്നിവ അർദ്ധപരാതങ്ങളാണ്. എന്താണ്? ചന്ദനം, ഇത്തിൽച്ചെടി എന്നിവ അർദ്ധപരാതങ്ങളാണ്. ഓക്കെ, പൂർണ്ണമായിട്ടും അവര് മറ്റുള്ള സസ്യത്തെ ആശ്രയിക്കുന്നില്ല എന്നാ പറയുന്നത്. അതുപോലെ തന്നെ ചന്ദനം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്? വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടികളുടെ വേരിൽ നിന്ന് ജലവും ലവണവും കണ്ടെത്തുന്നു. അതിനർത്ഥം എന്താണ്? അത് വളർന്നതിന് ശേഷം മറ്റുള്ള ചെടിയെ ആശ്രയിക്കുന്നില്ല. ഓക്കെ, ചന്ദനം വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മാത്രമാണ് പരാത സ്വഭാവം പ്രകടിപ്പിക്കുന്നത്. പരിസരത്തുള്ള മറ്റ് ചെടികളുടെ വേരിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുത്താണ് ചന്ദനം വളരുന്നത്. പിന്നീട് സ്വയം നിലനിൽക്കുന്ന പൂർണ്ണ സസ്യമായി മാറുന്നു. ഓക്കെ, ഇത്തൽച്ചെടി എങ്ങനെയാണ്? ജലത്തിനും ലവണത്തിനും വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നു. ഓക്കെ, ജീർണ അവശിഷ്ടങ്ങളെ ഉപജീവിക്കുന്നവ എന്ന അർത്ഥത്തിലാണ് ശവോപജീവി സസ്യങ്ങൾക്ക് ആ പേര് വന്നിട്ടുള്ളത്. കൂൺ ജീർണ അവശിഷ്ടങ്ങളെ ഉപജീവിക്കുന്നുണ്ടെങ്കിലും സസ്യലോകത്തിലെ അംഗമല്ല. നമുക്കറിയാം, പൂപ്പലുകൾ ഉൾപ്പെടുന്ന ഫംഗസ് വിഭാഗത്തിലാണ് കൂണിനെ വർഗീകരിച്ചിരിക്കുന്നത്. ഇവിടെ മോണോട്രോപ്പയെ കുറിച്ച് പറയുന്നുണ്ട്. മോണോട്രോപ്പ എന്താണ്? ജീർണിച്ച ജൈവ അവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്നു. മോണോട്രോപ്പ എന്ന് പറയുന്നത് എന്താണ്? ശവോപ ജീവികൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോ ശവോപജീവികൾ നടത്തുന്ന വിഘടന പ്രവർത്തനം മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കാൻ സഹായിക്കുന്നു. ജന്തുക്കളിലെ പരാതങ്ങൾ ആതിഥേയ ജീവികളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് മനസ്സിലാക്കി വെക്കണേ. ഓക്കെ, ഇവിടെ പൂർണ്ണ പരാതത്തിന് ഉദാഹരണമാണ് മൂടില്ലാത്താളി. അർദ്ധപരാതത്തിന് ഉദാഹരണമാണ് ചന്ദനം, അതുപോലെ തന്നെ ഇത്തൽച്ചെടി. അപ്പോൾ ചന്ദനം എങ്ങനെയാണ്? വളർച്ചയുടെ ആരംഭഘട്ടത്തിലാണ് ആ ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്നത്. വളർന്നു കഴിയുമ്പോൾ സ്വന്തമായിട്ട് തന്നെയാണ് ആഹാരം നിർമ്മിക്കുന്നത്. ഇനിയും ശവോപജീവിക്ക് ഉദാഹരണമാണ് മോണോട്രോപ്പ. ഓക്കെ, നോക്കിക്കേ, അകത്തും പുറത്തും ജന്തുക്കളിലും പരാതങ്ങളുണ്ട്. അതിന് ഉദാഹരണമാണ് പേന, വിര, ചെള്ള്. പേൻ, ചെള്ള് എന്നിവ എങ്ങനെയാണ്? ബാഹ്യ പരാതങ്ങളാണ്. എന്നാൽ വിര എന്ന് പറയുന്നത് എന്താണ്? ആന്തര പരാതമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ജന്തുക്കളിലെ പരാതങ്ങൾ ആതിഥേയ ജീവികളുടെ ആരോഗ്യത്തിന് ഹാനികരം ആകുന്നുണ്ട്. അതുപോലെ തന്നെ 6 മാസത്തിലൊരിക്കൽ വിരശല്യത്തിനെതിരായ മരുന്ന് കഴിക്കുക. നമുക്കറിയാം, സ്കൂളിലെ കുട്ടികൾക്ക് വിരശല്യത്തിനെതിരെ മരുന്ന് കൊടുക്കാറുണ്ടല്ലേ. ഓക്കെ, സസ്യലോകത്തെ ഇരപിടിയന്മാർ. സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നത് വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചാണ്. ഇവിടെ 3 ചിത്രം കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് എന്താണ്? വീനസ് ഫ്ലൈട്രാപ്പ്. രണ്ടാമത്തേത് സൺഡ്യൂ ചെടി. അടുത്തത് പിച്ചർ ചെടി. അപ്പോൾ ഈ ചെടികൾ എങ്ങനെ അറിയപ്പെടുന്നത്? ഇരപിടിയൻ സസ്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. പ്രാണികളെ പിടിക്കുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത്. ഈ സസ്യങ്ങളിലും പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെന്തിനാണ് ഇവ പ്രാണികളെ പിടിക്കുന്നത്? നോക്കിക്കേ, കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയവ സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങളാണ്. ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽസ്യം, ഇരുമ്പ്. മണ്ണിലെ ബാക്ടീരിയകൾ ഏതൊക്കെയാണ്? അസറ്റോബാക്ടർ, നൈട്രോബാക്ടർ. അപ്പോൾ മണ്ണിലെ ബാക്ടീരിയകൾ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റും. ചിലതരം മണ്ണിൽ ആസിഡിന്റെ അംശം കൂടുന്നതുകൊണ്ടും മറ്റും ഈ ബാക്ടീരിയകൾ ഇല്ലാതെ വരാം.
ഇത്തരം മണ്ണിൽ വളരുന്ന ചെടികൾക്ക് നൈട്രജൻ ലഭിക്കില്ല. ഈ സ്ഥിതി മറികടക്കുന്നതിനാണ് ചില ചെടികൾ പ്രാണികളെ പിടിക്കുന്ന കഴിവ് ആർജിച്ച് എടുത്തത്. പ്രാണികളുടെ ശരീരം വിഘടിപ്പിച്ച് ഇവ ആവശ്യമായ നൈട്രജൻ സ്വീകരിക്കുന്നു. അപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഈ ചെടികളൊക്കെ പ്രാണികളെ പിടിക്കുന്നതെന്ന്? ആഹാരം മനുഷ്യനിൽ. ജീവൽ പ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നമുക്കറിയാം ആഹാരത്തിൽ നിന്നാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. നമുക്ക് ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ആഹാരത്തിൽ നിന്നാണ്. ആഹാരത്തിന് നമ്മുടെ ശരീരത്തിൽ വെച്ച് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം ആഹാരം ആദ്യം എത്തുന്നത് എവിടെയാ? നമ്മുടെ വായിലാണ് അല്ലേ? ആഹാരം ആദ്യം എത്തുന്നത് വായിലാണ്. വായിൽ വെച്ച് എന്ത് മാറ്റമാണ് ആഹാരത്തിന് സംഭവിക്കുന്നത്? അതുപോലെ തന്നെ ചുണ്ട്, പല്ല്, നാവ് എന്നിവ ഈ കാര്യത്തിൽ എന്ത് പങ്കാണ് വഹിക്കുന്നത്? നമുക്ക് നോക്കാം. വായിൽ ആഹാരത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നേ? യാന്ത്രികവും രാസികവുമായ മാറ്റം സംഭവിക്കുന്നുണ്ട്. യാന്ത്രിക മാറ്റത്തിൽ ആരൊക്കെ പങ്കുവഹിക്കുന്നുണ്ട്? നമുക്കറിയാം ചുണ്ട്, പല്ല്, നാവ്, ഉമിനീര്. എങ്ങനെയാണ്? ചുണ്ട് ആഹാരം പുറത്തു പോകാതിരിക്കാൻ സഹായിക്കുന്നുണ്ട്. പല്ല് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. നാവ് ആഹാരം പല്ലുകൾക്കിടയിൽ എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉമിനീര് ചവച്ചരയ്ക്കലും വിഴുങ്ങലും സുഗമമാക്കാൻ സഹായിക്കുന്നുണ്ട്. അവ യാന്ത്രിക ദഹനത്തിൽ പെടുന്നവയാണ്. അതുപോലെ തന്നെ രാസിക ദഹനം എന്ന് പറയുന്നത് എന്താണ്? ദഹനരസം ആഹാരത്തിന് രാസമാറ്റം ഉണ്ടാക്കുന്നു. ഉമിനീര് അതിന് സഹായിക്കുന്നു. ഉമിനീര് ദഹനരസം ആഹാരത്തിന് രാസമാറ്റം ഉണ്ടാക്കുന്നു. അപ്പോ ഉമിനീരിലടങ്ങിയ ദഹനരസം ദഹനത്തിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ. ദഹനരസം ആഹാരത്തിന് രാസമാറ്റം ഉണ്ടാക്കുന്നു. അതിന് സഹായിക്കുന്നത് എന്താണ്? ഉമിനീരാണ് അല്ലെ? ഇവിടെ നോക്കിക്കേ, ഉമിനീരിൽ അടങ്ങിയ സലീവറി അമിലേസ് അഥവാ ടൈലിൻ എന്ന ദഹനരസമാണ് രാസിക ദഹനം സാധ്യമാക്കുന്നത്. ഇത് ആഹാരത്തിൽ അടങ്ങിയിട്ടുള്ള അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ഇളം മധുരമുള്ള പഞ്ചസാരയാണ് മാൾട്ടോസ്. അല്പം ചോറ് മാത്രം വായിലിട്ട് ചവച്ചരച്ചാൽ ഈ രുചിമാറ്റം നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കും. നോക്കിക്കേ, ഇവിടെ ഇക്വേഷൻ കാണിച്ചിട്ടുണ്ട്. അന്നജം മാൾട്ടോസ് ആയി മാറുന്നു. അപ്പോൾ അന്നജം എങ്ങനെയാണ്? ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള സലൈവറി അമിലേസ് അല്ലെങ്കിൽ ടൈലിൻ ഇതിന്റെ സഹായത്താൽ എന്ത് ചെയ്യുന്നു? അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ഓക്കെ. ഉമിനീർ ഗ്രന്ഥികൾ. മനുഷ്യന്റെ വായിലേക്ക് 3 ജോഡി ഉമിനീർ ഗ്രന്ഥികൾ തുറക്കപ്പെടുന്നു. ഏതൊക്കെയാണ്? പരോട്ടിഡ്, സബ് മാക്സിലറി, സബ്ലിംഗ്വൽ. ഇതിൽ പരോട്ടിഡ് ആണ് ഏറ്റവും വലുത്. ഇത് ചെവിക്ക് താഴെയായി കാണപ്പെടുന്നു. താടിക്ക് അടിയിൽ ക്രമരഹിതമായ ആകൃതിയോടെ കാണപ്പെടുന്നവയാണ് സബ് മാക്സിലറി ഗ്രന്ഥികൾ. താടികൾക്ക് അടിയിൽ ക്രമരഹിതമായ ആകൃതിയോടുകൂടെയാണ് സബ് മാക്സിലറി ഗ്രന്ഥികൾ കാണപ്പെടുന്നത്. നാക്കിന്റെ അടിഭാഗത്താണ് ഏറ്റവും ചെറിയ സബ്ലിംഗ്വൽ ഗ്രന്ഥികൾ കാണപ്പെടുന്നത്. പരോട്ടിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന വൈറസ് ബാധയാണ് മുണ്ടിനീര്. അപ്പോ മുണ്ടിനീര് ഉണ്ടാവുന്നത് പരോട്ടിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന വൈറസ് ബാധയാണ്. 3 ജോഡി ഉമിനീർ ഗ്രന്ഥികൾ ചേർന്ന് ദിവസം ശരാശരി 1.5 ലിറ്റർ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അടുത്ത എന്താണ്? പല്ല്. മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗമാണ് പല്ല്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കേടുവരുന്നതും പല്ല് തന്നെയാണ്. ഏറെ നാൾ മണ്ണിൽ കിടന്നാലും കേടുവരാത്ത പല്ല് വായിക്കാതിരിക്കുമ്പോൾ എളുപ്പത്തിൽ കേടുവരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു പരീക്ഷണം പറയുന്നുണ്ട്. കാഠിന്യമേറിയ ഒരു പദാർത്ഥമാണ് മാർബിൾ. മാർബിളിന്റെ ചെറിയ കഷ്ണങ്ങൾ നേർപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ടുവെക്കൂ. എന്താണ് സംഭവിക്കുന്നത്? ആസിഡ് മാർബിളുമായി പ്രവർത്തിച്ച് അത് ദ്രവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. ദന്തക്ഷയം. പല്ലിന്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ. ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണിത്. എക്സാമിന് ചോദിക്കുന്നതാണ്. ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? ഇനാമലാണ്. അതിനെ നശിപ്പിക്കാൻ എളുപ്പമല്ല. മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുന്നത് പോലെ കാൽസ്യം സംയുക്തമായ ഇനാമലും ആസിഡുമായി പ്രവർത്തിച്ച് ഇല്ലാതാകും. അപ്പോൾ എങ്ങനെയാണ് പല്ലിൽ ആസിഡ് കലരുന്നത്? നമ്മൾ കണ്ടായിരുന്നു. അന്നജം മാൾട്ടോസ് ആയി മാറുന്ന രാസമാറ്റം അല്ലേ? അപ്പോ പല്ലുകൾക്കിടയിലുള്ള ആഹാരം പഞ്ചസാര ആകുന്നു. ഇതിൽ ബാക്ടീരിയ പ്രവർത്തിച്ച ഫെർമെന്റേഷൻ എന്ന പ്രക്രിയ നടക്കുന്നു.
ഇതിന്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡ് ആണ് ദന്തക്ഷയത്തിന് പ്രധാന കാരണം. അപ്പോൾ പല്ലുകൾക്കിടയിൽ ആഹാര അവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയകൾ അതിൽ നിന്ന് പോഷണം നടത്തുന്നു. ഇതിന്റെ ഫലമായി ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ആസിഡ് ഇനാമലിന്റെ നാശത്തിന് കാരണമാകുന്നു. മധുരമുള്ള ആഹാര വസ്തുക്കൾ ബാക്ടീരിയകളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു. അപ്പോ കാഠിന്യമുള്ള പദാർത്ഥമാണ് മാർബിൾ. ഇത് ആസിഡുമായി പ്രവർത്തിച്ച് നശിക്കുന്നത് പോലെ ഇനാമൽ ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ദ്രവിക്കുന്നു. നമ്മുടെ പല്ല് ദ്രവിച്ചു പോകും. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആഹാരം കഴിച്ചാൽ നമ്മുടെ വായ വൃത്തിയായി കഴുകണം. ഓക്കെ, നോക്കിക്കേ, ഹിമയും സുരേഷും എന്താ പറയുന്നത്? ഞാൻ രാത്രി വളരെ ശ്രദ്ധയോടെ പല്ല് വൃത്തിയാക്കുന്നു. എല്ലാ ഭക്ഷണാവശിഷ്ടങ്ങളും പല്ലിൽ നിന്ന് കളയാറുണ്ട്. അതിനാൽ രാവിലെ പല്ല് തേക്കുമ്പോൾ അത്ര ശ്രദ്ധ കൊടുക്കേണ്ടി വരാറില്ല. സുരേഷ് എന്താ പറയുന്നത്? ഞാൻ എന്നും രാവിലെ ശ്രദ്ധയോടെ പല്ല് വൃത്തിയാക്കുന്നു, രാത്രി അത്ര ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഈ ഒരു സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? നമ്മൾ രാത്രിയിൽ പല്ല് നിർബന്ധമായിട്ട് തേക്കണം അല്ലേ? നമ്മൾ പകൽ അത്രയും കഴിച്ചൊക്കെ ഇരിക്കുന്നില്ലേ? അപ്പം നമ്മൾ പിറ്റേന്ന് രാവിലെ തേക്കുന്നതിനേക്കാളും ഉചിതം വൈകിട്ട് വൃത്തിയാക്കി കിടക്കണം. അതിനുശേഷം രാവിലെ നമ്മൾ എന്തോ ചെയ്യണം? പല്ല് തേക്കണം. അപ്പോൾ രാവിലെയും വൈകിട്ടും നമ്മൾ പല്ല് തേക്കണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, പാൽപ്പല്ലുകൾ. നമ്മൾ കൊച്ചുകുട്ടികളുടെ വായിൽ പല്ല് മുളച്ചു വരുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഒരു കുട്ടിക്ക് പല്ല് മുളച്ചു വരുന്നത് കണ്ടോ? ഏത് പ്രായത്തിലാണ് കുട്ടികൾക്ക് പല്ല് മുളയ്ക്കുന്നത്? ആദ്യമുണ്ടായ പല്ലുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? നോക്കിക്കേ, ഏകദേശം 6 മാസം പ്രായമാവുന്നത് മുതലാണ് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ഈ പല്ലുകൾ എങ്ങനെ അറിയപ്പെടുന്നത്? പാൽപ്പല്ലുകൾ എന്ന് അറിയപ്പെടുന്നു. മുകളിലും താഴെയുമായി 10 വീതം പല്ലുകളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ 6 മാസം പ്രായമാകുമ്പോഴാണ് പാൽപ്പല്ലുകൾ മുളയ്ക്കുന്നത്. അതുപോലെ തന്നെ മുകളിലും താഴെയും 10 വീതം പല്ലുകളാണ് ആദ്യം ഉണ്ടാവുന്നത്. അപ്പോൾ ആകെ 10 10 20 പല്ലുകളാണ് പാൽപ്പല്ലുകൾ ഉള്ളത്. പിന്നെന്താ പറയുന്നത്? 6 വയസ്സ് മുതൽ പാൽപ്പല്ലുകൾ ഓരോന്നായി കൊഴിയാൻ തുടങ്ങുന്നു. അപ്പോൾ 6 മാസം മുതൽ പാൽപ്പല്ല് മുളയ്ക്കാൻ തുടങ്ങും. 6 വയസ്സാകുമ്പോൾ ഇത് കൊഴിയാൻ തുടങ്ങും. പിന്നീട് വരുന്നത് എന്താണ്? സ്ഥിര ദന്തങ്ങളാണ് പിന്നീട് വരുന്ന പല്ലുകൾ. അത് പൊട്ടിപ്പോവുകയോ പറഞ്ഞു പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പുതിയ പല്ലുകൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ സ്ഥിരദന്തങ്ങൾ വന്ന ശേഷം അത് പൊട്ടിപ്പോവുകയോ പറഞ്ഞു പോയാൽ നമുക്ക് പുതിയ പല്ല് വരത്തില്ല. പിന്നീട് അവസാനം വരുന്ന പല്ല് ഏതാണ്? ഏറ്റവും അവസാനം ഉണ്ടാവുന്നത് അറ്റത്തുള്ള അണപ്പല്ലുകളാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് കോട്ടിങ് കാണിച്ചേക്കുന്ന എന്താണ്? ഇനാമലാണ്. പിന്നീട് നമ്മുടെ മോണയ്ക്ക് മുകളിൽ വരുന്ന ഭാഗം ഇത്രയും ഭാഗമാണ് നമുക്ക് മുകളിൽ കാണപ്പെടുന്നത്. മോണയ്ക്ക് താഴെ വരുന്ന ഭാഗമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, ചവച്ചരയ്ക്കാൻ. നമ്മുടെ എല്ലാ പല്ലുകളും ഒരേപോലെയാണോ? നമുക്കറിയാം നമ്മുടെ എല്ലാ പല്ലുകളും ഒരേപോലെയല്ലേ? ഓരോ പല്ലിനും ഓരോ ധർമ്മമുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ ദന്തനിരയാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ 4 ടൈപ്പ് പല്ലാണ് കാണിച്ചേക്കുന്നത്. ഏതൊക്കെയാണ്? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, അതുപോലെ തന്നെ ചർവണകം. ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ആദ്യം ഏതാണ്? ഉളിപ്പല്ലിനെ കുറിച്ച് നോക്കാം. മുൻവശത്ത് താഴെയും മുകളിലുമായി 8 പല്ലുകളുണ്ട്. അപ്പോൾ ഉളിപ്പല്ലെന്ന് പറയുന്ന ആകെ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ അതെന്തിനാണ്? കടിച്ചു മുറിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉളിപ്പല്ല് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലാണ് ഉളിപ്പല്ല്. അടുത്തത് കോമ്പല്ല്. ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 4 പല്ലുകളുണ്ട്. എത്രയാണ്? 4 പല്ലുകളാണുള്ളത്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനാണ് കോമ്പല്ല് സഹായിക്കുന്നത്. സൈഡിലായിട്ട് കാണുന്ന പല്ല കോമ്പല്ല്. ഉളിപ്പല്ലെന്ന് പറയുന്നത് എവിടെയാണ്? മുൻവശത്തായിട്ട് കാണപ്പെടും. ഇനിയും അഗ്രചർവണകം. കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി എത്ര എണ്ണം ഉണ്ട്? 8 പല്ലുകളുണ്ട്. അഗ്രചർവണകം 8 പല്ലുകളാണ് മുകളിലും താഴെയുമായിട്ട് കാണപ്പെടുന്നത്. അതെന്തിനാണ് സഹായിക്കുന്നത്? ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചർവണകവും എന്തിനാണ് സഹായിക്കുന്നത്? ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത്. അഗ്രചർവണങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായി 12 പല്ലുകളാണ് കാണപ്പെടുന്നത്. ചർവണകം എത്ര എണ്ണമാണ്? 12 എണ്ണം. അഗ്രചർവണകം, ചർവണകം എന്നീ വിഭാഗങ്ങളിലുള്ള പല്ലുകളെ പൊതുവെ എങ്ങനെ അറിയപ്പെടുന്നത്? അണപ്പല്ലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അഗ്രചർവണകം,
ചർവണകം എന്നീ വിഭാഗങ്ങളിലുള്ള പല്ലുകളെ പൊതുവെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അണപ്പല്ലുകൾ. പ്രായപൂർത്തിയായവരിൽ ആകെ എത്ര പല്ലുകളുണ്ട്? 32 പല്ലുകളുണ്ട്. നോക്കിക്കേ, ഇവിടെ 8 8 16, 16 4 20, 20 12 32. അപ്പോൾ ഉളിപ്പല്ല് 8, അഗ്രചർവണകം 8, ചർവണകം 12, കോമ്പല്ല് 4. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് 32 പല്ല് നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ. മറ്റു ജീവികളുടെ പല്ലുകൾ നമ്മുടേതുപോലെയാണോ? നോക്കിക്കേ, ഇവിടെ സിംഹത്തിന്റെയും അതുപോലെ തന്നെ പശുവിന്റെയും പല്ല് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പല്ല് പോലെയാണോ? അല്ല. പല്ലുകളുടെ ആകൃതി ഇവയുടെ ആഹാര രീതിയുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു? നോക്കിക്കേ, മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ പാകത്തിലുള്ള കോമ്പലുകളുണ്ട്. നോക്കിക്കേ, ഇവിടെ സിംഹത്തിന്റെ പല്ല് കണ്ടോ? കോമ്പല്ലൊക്കെ കണ്ടോ? കടിച്ച് കീറാനായിട്ടുള്ള പല്ലുകളുണ്ട്. എന്നാൽ സസ്യാഹാരികളിൽ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായകമായ പല്ലുകളാണ് ഉള്ളത്. കണ്ടോ പശുവിന്റെ പല്ല്? ഓക്കെ. അപ്പോ പല്ലുകളുടെ ആകൃതി ഇവയുടെ ആഹാര രീതിയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ആഹാരത്തിന്റെ യാത്ര നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ ആഹാരം വായിൽ വെച്ച് ചവച്ചരയ്ക്കുന്നു. അതെങ്ങോട്ടാ പോകുന്നത്? ആഹാരം ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് വായിൽ വെച്ചാണ് അല്ലേ? അപ്പൊ ഇനി നോക്കിക്കേ, ഇവിടെ കൊടുത്തേക്കുന്നത് ആമാശയം. നമ്മളൊരു ആഹാരം കഴിച്ചു, അത് എങ്ങോട്ടാ പോകുന്നത്? ആദ്യം വായിൽ നിന്ന് ആമാശയത്തിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ്? നോക്കിക്കേ, വായിൽ നിന്ന് ആഹാരം അന്നനാളം വഴിയാണ് ആമാശയത്തിൽ എത്തുന്നത്. ഇതിന് സഹായിക്കുന്നത് അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ്. അപ്പോ അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനത്തിന് പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. ആമാശയ ഭിത്തിയുടെ ചലനം മൂലം ആമാശയത്തിൽ വെച്ച് ആഹാരം എങ്ങനെയാവുന്നു? കുഴമ്പ് പരുവത്തിലാകുന്നു. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ആഹാരത്തെ രാസീയമായും ദഹിപ്പിക്കുന്നു. അപ്പോ നമ്മൾ വായിൽ വെച്ച് ചവച്ചരച്ച ആഹാരം എങ്ങോട്ട് പോകുന്നുണ്ട്? അന്നനാളം വഴി ആമാശയത്തിൽ എത്തുന്നു. ആമാശയത്തിൽ ചെന്ന ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരം കുഴമ്പ് പരുവത്തിൽ ആവുന്നുണ്ട്. അങ്ങനെ അടുത്തത് എങ്ങോട്ടാണ്? ചെറുകുടൽ. ചെറുകുടലിന് 6 മീറ്ററോളം നീളമുണ്ട്. എക്സാമിന് ചോദിക്കുന്നയാ. ചെറുകുടലിന് എത്ര നീളമുണ്ട്? 6 മീറ്ററോളം. ഇവിടെ വെച്ച് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാവുകയാണ്. അപ്പോൾ വായിൽ തുടങ്ങിയ ആഹാരം ചെറുകുടലിൽ എത്തുമ്പോൾ ദഹനം പൂർത്തിയാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. എക്സാമിന് ചോദിക്കുന്ന പോയിന്റ് ആണ്. ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണേ, പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. നോക്കിക്കേ, വൻകുടൽ. ഇനി നമ്മൾ വൻകുടലിനെ കുറിച്ചാണ് നോക്കുന്നേ. വൻകുടലിന്റെ ധർമ്മം എന്താണെന്നും വൻകുടലിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും നോക്കിക്കേ. ചെറുകുടലിനെ തുടർന്ന് 1.5 മീറ്ററോളം നീളമുള്ള വണ്ണം കൂടിയ കുടലാണ് വൻകുടൽ. ചെറുകുടലും ഉണ്ട് വൻകുടലും ഉണ്ട്, തിരിഞ്ഞു പോവരുത്. ചെറുകുടലിന് 6 ഓർക്കണം. വൻകുടലിന് 1.5 മീറ്റർ ആണ് അതിന്റെ നീളം. വണ്ണം കൂടിയത് കൊണ്ടാണ് വൻകുടൽ എന്ന് പേര് വന്നെന്ന് ഓർത്താൽ മതി. ചെറുകുടൽ എന്ന് പറഞ്ഞാൽ ചെറിയ കുടലാണ്, പക്ഷെ അതിന് നീളമുണ്ട് അല്ലേ? 6 മീറ്ററോളം നീളമുണ്ട്. തിരിഞ്ഞു പോവരുത്. പിന്നെന്താ പറഞ്ഞേക്കുന്നേ? ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചാണ്. എക്സാമിന് ചോദിക്കുന്ന പോയിന്റ് ആണ്. ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് എവിടെ വെച്ചാണ്? വൻകുടലിൽ വെച്ചാണ്. ഓക്കെ. പോഷകം ആഗിരണം ചെയ്യുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. അത് ഓർത്തോണം. അതിനുശേഷം അവശേഷിക്കുന്നതാണ് മലം. ഇത് മലാശയത്തിൽ സംഭരിച്ച് മലദ്വാരം വഴി പുറത്തു കളയുന്നു. അപ്പോൾ വൻകുടലിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിന്റെ ആഗിരണം നടക്കുന്നു. അതിനുശേഷം അവശേഷിക്കുന്നത് മലമാണ്. മലം മലാശയത്തിലെത്തി ആ മലദ്വാരം വഴി പുറത്തേക്ക് പോകുന്നു. ഓക്കെ. അപ്പോൾ അടുത്ത നോക്കിയേ, ദഹന വ്യവസ്ഥ. നമ്മളിപ്പോ ഇത്രയും നേരം എന്താ നോക്കിയത്? ദഹന വ്യവസ്ഥയെ കുറിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം വായിൽ ആഹാരം വെച്ച് ചവച്ചരയ്ക്കുന്നു. അത് അന്നനാളം വഴി എവിടെ ചെല്ലുന്നുണ്ട്? ആമാശയത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ അന്നനാളം വഴി ആഹാരം എങ്ങനെയാണ്? ഒരു തരംഗ രൂപത്തിലാണ് പോകുന്നത്. തരംഗ രൂപത്തിന് പറയുന്ന പേരെന്താണ്? പെരിസ്റ്റാൾസിസ്. അങ്ങനെ ഇവിടെ ആമാശയത്തിൽ എത്തുകയാണ്. ആമാശയത്തിൽ എത്തിയിട്ട് അത് പിന്നീട് എങ്ങോട്ട് പോകുന്നു? ചെറുകുടലിലേക്ക് പോകുന്നു. ചെറുകുടലിന്റെ നീളം എത്രയാണ്? 6 മീറ്ററോളം വരും അല്ലേ?
അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? പോഷകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ പറഞ്ഞായിരുന്നു, എവിടെ വെച്ചാണ് വായിൽ തുടങ്ങിയ ദഹനം എവിടെയാണ് അവസാനിക്കുന്നത്? ചെറുകുടലിലാണ് അവസാനിക്കുന്നത്. അവിടെ വെച്ച് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത ശേഷം അത് പിന്നീട് എങ്ങോട്ട് പോകുന്നുണ്ട്? വൻകുടലിലേക്ക് പോകുന്നു. വൻകുടലിലേക്ക് ചെന്നിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിന്റെ ആഗിരണം നടക്കുന്നു. അവശേഷിക്കുന്നത് എന്താണ്? മലമാണ്. മലം എങ്ങോട്ട് പോകുന്നുണ്ട്? മലം എങ്ങോട്ട് പോകുന്നു? മലാശയത്തിലേക്ക് പോകുന്നു. മലാശയത്തിലെത്തിയ മലം പിന്നീട് മലദ്വാരം വഴി പുറത്തേക്ക് പോകുന്നു. ഓക്കെ, നോക്കിക്കേ, മനുഷ്യന് മാത്രമല്ല മറ്റ് ജീവികൾക്കും എന്തോ ഉണ്ട്? ദഹനവ്യവസ്ഥയുണ്ട്. ഇവിടെ മറ്റ് ജീവികളുടെ ദഹനവ്യവസ്ഥയാണ് കാണിച്ചേക്കുന്നത്. വോമിന്റെ ഉണ്ട്, കോഴിയുണ്ട്, നായയുണ്ട്, പശുവുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, ദഹന വ്യവസ്ഥയും മദ്യപാനവും. മദ്യം ആമാശയത്തിലെ മൃദുലമായ പാളികളിൽ വ്രണമുണ്ടാക്കുന്നു. ഇത് അൾസറിന് കാരണമാകുന്നു. അമിതമായ മദ്യപാനം കരൾ വീക്കത്തിന് കാരണമാവുന്നു. വായ, അന്നനാളം, കരൾ, വൻകുടൽ എന്നിവിടങ്ങളിൽ ക്യാൻസർ ഉണ്ടാവാൻ മദ്യം കാരണമാവുന്നു. നോക്കിക്കേ, പോഷണം അമീബയിൽ. നമുക്ക് ചുറ്റും വിവിധ തരത്തിലുള്ള ജീവികളുണ്ടല്ലേ? എല്ലാ ജീവികളും അവയുടെ പരിസരത്ത് നിന്ന് ആഹാരം സ്വീകരിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഏകകോശ ജീവിയായ അമീബയിലെ പോഷണ പ്രക്രിയയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ ആഹാരം കാണിച്ചിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ അമീബ എന്ത് ചെയ്യുകയാണ്? അതിൻ്റെ കപടപാദങ്ങൾ ഉപയോഗിച്ച് ആഹാരം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്ന ഈ 3 ചിത്രവും എന്താണ്? അമീബ ആഹാരം സ്വീകരിക്കുന്നതിൻ്റെതാണ്. ഇനി എന്താ കാണിച്ചേക്കുന്നത്? ആഹാരം അതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്, കണ്ടോ? ആഹാരം അതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. അവിടെ വെച്ച് ആഹാരം എന്ത് ചെയ്യുകയാണ്? ദഹിക്കുകയാണ് ചെയ്യുന്നത്. ദഹിച്ച ആഹാരം എന്ത് ചെയ്യുന്നു? ആഗിരണം ചെയ്യപ്പെടുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? വിസർജനം നടത്തുന്നു. അപ്പോൾ അമീബയിലെ പോഷക പ്രക്രിയ ഏതൊക്കെയാണ്? ആഹാര സ്വീകരണം, അതുപോലെ തന്നെ ദഹനം, ആഗിരണം, വിസർജനം. ഇനി നോക്കിക്കേ, പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങൾ. നമ്മൾ അമീബയിലെ വിവിധ ഘട്ടങ്ങൾ കണ്ടല്ലേ? ഇനി നോക്കിക്കേ, പോഷണ പ്രക്രിയയിലെ പൊതുവായിട്ടുള്ള ഘട്ടങ്ങളാണ് ഇനി ഇവിടെ പറയുന്നേ. പോഷണ പ്രക്രിയയിലെ ആദ്യ ഘട്ടമാണ് ആഹാര സ്വീകരണം. ആഹാര സ്വീകരണം ആഹാരത്തിലടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം. അപ്പോൾ ആഹാര സ്വീകരണത്തിന് ശേഷം എന്താ വരുന്നത്? ദഹനമാണ് വരുന്നത്. പിന്നെന്താണ്? ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം. ദഹിച്ച ആഹാരം പിന്നീട് ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ആഗിരണം. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്വാംശീകരണമാണ്. ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാവുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. ലാസ്റ്റ് വരുന്നത് എന്താണ്? വിസർജനമാണ്. അപ്പോൾ ആഹാരം സ്വീകരിക്കുന്നു. ആഹാര സ്വീകരണത്തിന് ശേഷം എന്ത് നടക്കുന്നു? ദഹനം നടക്കുന്നു. ദഹിച്ച ആഹാരം ആഗിരണം ചെയ്യപ്പെടുന്നു. ആഗിരണം ചെയ്യപ്പെട്ട ആഹാരം എന്ത് ചെയ്യുന്നു? ശരീരത്തിന്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. സ്വാംശീകരണത്തിന് ശേഷം എന്ത് ചെയ്യുന്നു? വേണ്ടാത്ത വസ്തുക്കളെ എന്ത് ചെയ്യുന്നു? പുറന്തള്ളപ്പെടുന്നു. അതാണ് വിസർജനം. ഓക്കെ, ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് പഠിച്ചു വെക്കണം. എക്സാമിന് ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. മാലിന്യം പുറത്തേക്ക്. ഇവിടുത്തെ ചിത്രീകരണം നോക്കിക്കേ. ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ രക്തത്തിലേക്ക് എത്തുന്നു. കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലേക്ക് എത്തുന്നു. ചെറുകുടലിൽ നിന്ന് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് എത്തുന്നു. കരളിൽ നിന്ന് യൂറിയ രക്തത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഏതെല്ലാം ഘടകങ്ങളാണ് രക്തത്തിൽ എത്തുന്നത്? ഓക്സിജൻ എത്തുന്നുണ്ട്, യൂറിയ എത്തുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് എത്തുന്നുണ്ട്, പോഷക ഘടകങ്ങൾ എത്തുന്നുണ്ട്. ഇവയിൽ ഏതെല്ലാം ഘടകങ്ങൾ ശരീരത്തിന് ആവശ്യമുണ്ട്? നമുക്ക് ഓക്സിജൻ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ പോഷക ഘടകങ്ങളും ആവശ്യമുണ്ട്. ആവശ്യമില്ലാത്തവ എങ്ങനെയാണ് പുറന്തള്ളപ്പെടുന്നത്? നമുക്ക് യൂറിയ ആവശ്യമില്ല, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ആവശ്യമില്ല. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസനത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. രക്തത്തിലെത്തുന്ന യൂറിയ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഘടകമാണ്. ഇത് പുറന്തള്ളപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഇനി നോക്കുന്നത്. ശരീരത്തിലെ അരിപ്പകൾ നോക്കിക്കേ.
ഇവിടെ വൃക്കയുടെ ചിത്രമാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? വൃക്കയിലേക്ക് വരുന്ന രക്തക്കുഴലിലെയും വൃക്കയിൽ നിന്ന് പോകുന്ന രക്തക്കുഴലിലെയും ഘടകങ്ങൾ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് വ്യത്യാസമാണ് കാണുന്നത്? നോക്കിക്കേ, ഇവിടെ ഓറഞ്ച് കളറിൽ കാണിച്ചേക്കുന്ന എന്താണ്? വൃക്കയിലേക്ക് വരുന്ന രക്തക്കുഴലാണ്. അവിടെ രക്തവും കൂടിയ അളവിൽ യൂറിയയുണ്ട്, ജലം, മറ്റ് ഘടകങ്ങളും ഉണ്ട്. അത് വൃക്കയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു. വൃക്കയ്ക്ക് പുറത്തേക്ക് വരുന്നതാണ് ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്ന കുഴല്. അവിടെ എന്താ സംഭവിക്കുന്നത്? രക്തവും കുറഞ്ഞ അളവിൽ ജലം, യൂറിയ, മറ്റ് ഘടകങ്ങൾ എന്നിവയും ആ ഒരു കുഴലിലൂടെ വെളിയിലേക്ക് വരുന്നു. താഴേക്ക് പോയേക്കുന്നത് എന്താണ്? മൂത്രവാഹിയാണ്. മൂത്രവാഹിയിൽ കൂടെ എന്തൊക്കെ പോകുന്നുണ്ട്? യൂറിയ, ജലം, മറ്റ് ഘടകങ്ങൾ. അപ്പോ വൃക്കയുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തെ ഒരു അരിപ്പ പോലെയാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? ഫിൽട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. രക്തത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുദ്ധീകരിച്ച രക്തം ശരീരത്തിലേക്ക് തിരികെ നൽകുക എന്നതാണ് നമ്മുടെ വൃക്കയുടെ ധർമ്മം. ഓക്കെ. വേനൽക്കാലത്ത് ത്വക്കിലൂടെ കൂടുതൽ ജലാംശം പുറത്തു പോകുന്നു. വേനൽക്കാലത്ത് നമുക്ക് വളരെ ചൂട് തോന്നുന്ന സമയമാണ് വേനൽക്കാലം അല്ലേ? അപ്പോൾ നമ്മൾ അധികമായിട്ട് വിയർക്കും. അപ്പോൾ നമ്മുടെ ത്വക്കിലൂടെ ജലാംശം പുറത്തു പോകുന്നു. അപ്പോൾ മൂത്രത്തിൽ ജലാംശത്തിന്റെ അളവ് കുറവും ലവണാംശം കൂടുതലുമായിരിക്കും. അപ്പോൾ മൂത്രത്തിന് അല്പം കൂടുതൽ മഞ്ഞ നിറം ഉണ്ടാവാം. നമ്മുടെ ജലമെല്ലാം നമ്മൾ വിയർപ്പിലൂടെ പുറന്തള്ളും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ മൂത്രത്തിന് മഞ്ഞ നിറം കാണപ്പെടുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ മൂത്രമൊഴിക്കാൻ തോന്നുന്ന സമയം ഏതാണ്? മഴക്കാലമാണ്. മഴക്കാലത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം അങ്ങനെ പുറന്തള്ളപ്പെടത്തില്ല. നമ്മൾ അങ്ങനെ വേർക്കത്തില്ലല്ലോ മഴ സമയമാകുമ്പോൾ. അപ്പോൾ മൂത്രം ഒഴിക്കാനുള്ള കൂടുതലും ടെൻഡൻസി വരുന്നത് മഴ സമയത്താണ്. എന്താന്ന് വെച്ചാൽ വിയർപ്പായിട്ടൊന്നും ജലം പുറന്തള്ളപ്പെടുന്നില്ല ത്വക്കിലൂടെ. അതാണ് കാര്യം. ഓക്കെ, നോക്കിക്കേ, വൃക്ക, കിഡ്നി. ശരീരത്തിലെ പ്രധാന വിസർജന അവയവമാണ് വൃക്ക. ശരീരത്തിൽ നിന്ന് യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ എന്നിവ അരിച്ചു മാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളുന്നു. ഈ പ്രവർത്തനം സുഗമമാക്കുന്നതിന് കുട്ടികൾ ദിവസം 1.5 ലിറ്ററും മുതിർന്നവർ 3 ലിറ്ററും വെള്ളമെങ്കിലും കുടിക്കേണ്ടതുണ്ട്. മൂത്രത്തിൽ 96% ജലമാണ്. നോക്കിക്കേ, ഇവിടെ വൃക്ക കാണിച്ചിട്ടുണ്ട്, മൂത്രവാഹി കാണിച്ചിട്ടുണ്ട്, മൂത്രാശയം കാണിച്ചിട്ടുണ്ട്, ധമനി കാണിച്ചിട്ടുണ്ട്, സിര കാണിച്ചിട്ടുണ്ട്. ഓക്കെ, യഥാസമയം മൂത്രമൊഴിക്കാതിരിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, ശുചിത്വം പാലിക്കാതിരിക്കുക തുടങ്ങിയവ മൂത്രാശയ രോഗങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ എന്തോ ചെയ്യണം? വെള്ളം കുടിക്കണം, അതുപോലെ തന്നെ മൂത്രം ഒഴിക്കണം, ശുചിത്വം പാലിക്കണം. ഇനി നോക്കിക്കേ, വിസർജനം ത്വക്കിലൂടെയും. നമ്മളെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വിയർക്കുന്നത് എപ്പോഴാണ്? ചൂട് സമയത്തായിരിക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴായിരിക്കും. നോക്കിക്കേ, വിയർപ്പിലൂടെ ശരീരത്തിൽ നിന്ന് എന്തെല്ലാം പുറത്തു പോകുന്നു? ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് വിയർപ്പും മാലിന്യങ്ങളും പുറത്തു പോകുന്നത്. ഇവ ത്വക്കിൽ അടിഞ്ഞു കിടക്കും. അതുകൊണ്ട് ത്വക്ക് വൃത്തിയാക്കേണ്ടതുണ്ട്. കുളിക്കുമ്പോൾ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധയോടെ വൃത്തിയാക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? അവിടെ വിസർജ്യം അടിഞ്ഞു കിടന്ന് നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ നോക്കിക്കേ, ഇവിടെ വിയർപ്പ് ഗ്രന്ഥി കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ രോമവും കാണിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കിന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ ഒരു ചിത്രം. എന്താ വിയർപ്പിനെ കുറിച്ച് പറയുന്നത്? ത്വക്കിലെ വിയർപ്പ് ഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത്. ത്വക്കിലെ വിയർപ്പ് ഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. നമ്മുടെ ശരീരത്തിന്റെ താപനില ക്രമീകരിച്ചു നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു. അമിതമായി ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്? നിർജ്ജലീകരണം എന്ന് പറയുന്നത്. അമിതമായി ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം. വിസർജനം സസ്യങ്ങളിലും. നോക്കിക്കേ, ജന്തു ശരീരത്തിൽ എന്ന പോലെ സസ്യ ശരീരത്തിലും മാലിന്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇവ പുറത്തു കളയാൻ സസ്യങ്ങൾ സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് ഈ രണ്ട് ചിത്രത്തിലായിട്ട് കാണിച്ചേക്കുന്നത്. ഒന്നെന്താണ്? അതിന്റെ തൊലി
പൊളിച്ചു കളയുകയാണ് അല്ലേ. അടുത്തത് എന്താണ്? പശ പോലെ വന്ന് പൊട്ടി പോവുകയാണ്. മാലിന്യം തൊലിയിൽ സംഭരിച്ചു വെക്കുകയും അവ പിന്നീട് അടർന്നു പോവുകയും ചെയ്യുന്നു. കാണ്ഡത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന കറകളിലൂടെ മാലിന്യം പുറന്തള്ളപ്പെടുന്നു. നമ്മൾ പേര, റബ്ബർ എന്നിവയൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെ തോല് ഇളകിപ്പോകുന്നത്. ഇത് നമ്മൾ പറങ്കിമാവിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ പശ പോലെ ഇളകിപ്പോകുന്നത്. ഓക്കെ. ആഹാരവും ശുചിത്വവും. ശരീരത്തിനകത്ത് എത്തുന്ന ആഹാരം എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നും പുറന്തള്ളപ്പെടുന്നു എന്നുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ദഹനാവസ്ഥയിലെ അവയവങ്ങളുടെയും വൃക്ക, ത്വക്ക് തുടങ്ങിയ വിസർജന അവയവങ്ങളുടെയും സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ശരിയായ ആഹാരശീലങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇടയ്ക്കിടെ ആഹാരം കഴിക്കുക, ആവശ്യത്തിലധികം ആഹാരം കഴിക്കുക, ആവശ്യത്തിന് കഴിക്കാതിരിക്കുക, പച്ചക്കറികളും ഇലക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കുക തുടങ്ങിയ ശീലങ്ങൾ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് നല്ല ആഹാരശീലങ്ങളും ശുചിത്വശീലങ്ങളും നമ്മൾ പാലിക്കണം. നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയ ഒത്തിരി പോയിന്റുകളുണ്ടേ. ശരി, ഓക്കെ, താങ്ക് യു.